വത്സലേ, വത്സലയ്ക്കെന്തോ ആപത്ത്. ആപത്തോ? എനിക്കോ? അതെ, വത്സലയ്ക്കെന്തോ ആപത്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് ആരും എനിക്ക് ഫോൺ ചെയ്തിരുന്നല്ലോ. അതേതായാലും നന്നായി. നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് തോന്നിയാൽ അക്കാര്യം പറഞ്ഞാൽ മതി. അതിന് ഈ വക തന്ത്രമൊന്നും പ്രയോഗിക്കണ്ട. തന്ത്രം? നിങ്ങളോട് ഞാനിത് തന്ത്രം പ്രയോഗിക്കണം? അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കണ്ടിട്ട് എനിക്കെന്ത് വേണം? അത് ഞാൻ എങ്ങനെ അറിയും? ഞാൻ സത്യം പറയുകയാണ്. നിങ്ങൾ ഇവിടെ ബോധം കെട്ട് കിടക്കുന്നു അറിഞ്ഞാണ് ഞാനിവിടെ വന്നത്. ബോധക്കേടോ? നിങ്ങളെ കാണാത്തത് കൊണ്ട് ഞാൻ ബോധം കെട്ട് കിടക്കുകയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഉപകാരം. എന്നെ ആരോ കബളിപ്പിച്ചതാണ്. പക്ഷെ പരിഹസിക്കരുത്. പരിഹസിക്കുന്ന നിങ്ങളാണ്. ഞാനിവിടെ കാറ്റുകൊള്ളാനാണ് വന്നത്, അല്ലാതെ ബോധം കെട്ട് കിടക്കാനൊന്നുമല്ല. എന്താ വത്സലേ, എന്താ? ഇദ്ദേഹം എന്റെ ബോധക്കേട് കാണാൻ വന്നതാണെന്ന്. ബോധക്കേടോ? അതെ, ഞാനിവിടെ ബോധം കെട്ട് കിടക്കുന്നു പോലും. ഇപ്പാണല്ലോ ബോധം കെട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കുകയാണല്ലോ പെണ്ണേ. ഇതൊക്കെ പെൺപിള്ളാരെ പറ്റിക്കാൻ ചെറുപ്പക്കാർ ചെയ്യുന്ന സൂത്രമല്ലേ മാലതി? ഇവിടെ വന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇല്ല, അങ്ങനെ പെണ്ണുങ്ങളെ പറ്റിക്കുന്ന തൊഴിലൊന്നും എനിക്കില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. പക്ഷേ പ്രധാന ജോലി പെൺപിള്ളാരുടെ ബോധക്കേട് അന്വേഷിക്കലാണെന്ന് തോന്നുന്നു. ധിക്കാരം പറയും.